ഫിഫ ലോകകപ്പ് 2026 യോഗ്യതാ മത്സരങ്ങൾക്കുള്ള അർജന്റീന ടീമിൽ നിന്ന് പരിക്ക് കാരണം വിട്ടുനിന്ന ഇതിഹാസ താരം ലയണൽ മെസ്സി തിരിച്ചെത്തിയിരിക്കുകയാണ്. പരിക്ക് ഭേദമായ ശേഷം ആദ്യമായി കളത്തിലിറങ്ങി 2 മിനിറ്റിനകം മെസ്സി ഗോൾ വല കുലുക്കുകയും ചെയ്തു. മേജർ ലീഗ് സോക്കറിൽ ഇന്റർ മയാമിക്ക് വേണ്ടി ബൂട്ട് കെട്ടിയാണ് മെസ്സിയുടെ തിരിച്ചുവരവ്. മെസ്സി 55-ാം മിനിറ്റിലാണ് ഇന്റർ മയാമി കോച്ച് ജാവിയർ മഷ്കറാനോ കളത്തിലേക്ക് അയച്ചത്. ഫിലാഡൽഫിയ യൂണിയനെതിരെ 1 ഗോളിന്റെ ലീഡിൽ നിൽക്കുകയായിരുന്നു ഇന്റർ മയാമി. 2 മിനിറ്റിനകം മെസ്സി ടീമിന്റെ 2ാം ഗോൾ കണ്ടെത്തി വിജയം ഉറപ്പിക്കുകയും ചെയ്തു. പരിക്ക് കാരണം ഈയിടെ അർജന്റീനയുടെ പ്രധാനപ്പെട്ട 2 ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ മെസ്സി കളിച്ചിരുന്നില്ല. യോഗ്യതാ മത്സരങ്ങളിൽ അർജന്റീന 4-1 ബ്രസീലിനെ തോൽപ്പിച്ചിരുന്നു. പിന്നാലെ ബ്രസീൽ അവരുടെ കോച്ചിനെ പുറത്താക്കുകയും ചെയ്തു. 4 ദിവസം മുമ്പ് നടന്ന മത്സരത്തിൽ മെസ്സിക്ക് പുറമെ പൗളോ ഡിബാല, ഗോൺസാലോ മോണ്ടിയൽ, ജിയോവനി ലോ സെൽസോ എന്നിവരും ഇല്ലാതെയാണ് അർജന്റീന കിടിലൻ ജയം നേടിയത്. MLC-യിൽ കളിയുടെ 57-ാം മിനിറ്റിൽ ലൂയിസ് സുവാരസിന്റെ അസിസ്റ്റിൽ നിന്നാണ് മെസ്സിയുടെ ഗോള്. 23-ാം മിനിറ്റിൽ റോബർട്ട് ടൈലറിലൂടെയാണ് ഇന്റർ മയാമി ആദ്യം ലീഡെടുത്തത്. 2 ഗോളിന് പിന്നിലായ ഫിലാഡൽഫിയ പിന്നീട് ഗോൾ മടക്കിയെങ്കിലും അപ്പോഴേക്കും മയാമി വിജയം ഉറപ്പിച്ചിരുന്നു. 13 പോയിന്റുമായി ലീഗിൽ 1-ാം സ്ഥാനത്ത് തുടരുകയാണ് ഇന്റർ മയാമി. പകരക്കാരനായിട്ടാണ് കളിച്ചതെങ്കിലും ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മെസ്സിയുടെ നീക്കങ്ങൾ. 2 ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിന്ന ശേഷമുള്ള മെസ്സിയുടെ ഗംഭീര തിരിച്ചുവരവ് ഇന്റർ മയാമിയെ മാത്രമല്ല അർജന്റീന ആരാധകരെയും ആവേശത്തിലാക്കിയിട്ടുണ്ട്. 2026-ൽ US, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ ഫിഫ ലോകകപ്പിന് സംയുക്ത ആതിഥേയത്വം വഹിക്കുമ്പോൾ മെസ്സിക്ക് 38 വയസ്സാകും. കഴിഞ്ഞ കോപ്പ അമേരിക്ക ടൂർണമെന്റിനിടെ പരിക്ക് അലട്ടിയിരുന്ന മെസ്സിക്ക് അതിനുശേഷം ഇന്റർ മയാമിയുടെ നിരവധി മത്സരങ്ങളാണ് നഷ്ടമായത്. അർജന്റീനയുടെ ഏതാനും അന്താരാഷ്ട്ര മാച്ചുകളിലും കളിക്കാനായിരുന്നില്ല. കോപ്പ അമേരിക്ക കിരീടം ചൂടിയ ശേഷം അടുത്ത ഫിഫ ലോകകപ്പിൽ കളിക്കുമോ എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോഴും മെസ്സി മനസ്സ് തുറന്നിരുന്നില്ല. അടുത്തിടെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മെസ്സിയും പോർച്ചുഗൽ ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒരു ലോകകപ്പിൽ കൂടി കളിച്ച ശേഷമായിരിക്കും അന്താരാഷ്ട്ര ഫുട്ബോളിനോട് വിട ചൊല്ലുക. 2023-ൽ PSG-യുമായുള്ള കരാർ അവസാനിച്ചതിന് ശേഷമാണ് മെസ്സി അമേരിക്കൻ ക്ലബിലേക്ക് ചേക്കേറുന്നത്. ഫുട്ബോൾ ലോകത്തെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന ട്രാൻസ്ഫറുകളിൽ ഒന്നായിരുന്നു ഇത്. മെസ്സി എത്തിയതിനു ശേഷം ഇന്റർ മയാമിയും വലിയ മുന്നേറ്റമാണ് നടത്തിയത്. ക്ലബ് അവരുടെ ആദ്യ കിരീടം നേടിയതും ഇതിനു ശേഷമാണ്. ലയണൽ മെസ്സിയുടെ സാന്നിധ്യം മേജർ ലീഗ് സോക്കറിലെ കാണികളുടെ എണ്ണവും ഉയർത്തിയിരുന്നു. ഒപ്പം അവിടേക്കുള്ള സ്പോൺസർമാരുടെ ഒഴുക്കിനും കാരണമായി. എന്നാൽ സമീപകാലത്ത് കാര്യങ്ങൾ മെസ്സിക്ക് പ്രതികൂലമായി തുടങ്ങി എന്ന റിപ്പോർട്ടുകളാണ് അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നത്. ലയണൽ മെസ്സിയുടെ ജനപ്രീതിയിൽ വലിയ ഇടിവ് വന്നെന്നും ഇതിന് കാരണം ഇന്റർ മയാമിയുടെ കളികളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ വിട്ടുനിൽക്കലാണ് എന്നുമാണ് റിപ്പോർട്ട് വന്നത്. ഇന്റർ മയാമിയുടെ അവസാന 3 മത്സരങ്ങളിലും മെസ്സി കളിക്കാൻ ഇറങ്ങിയിരുന്നില്ല. ഇത് പ്രതികൂലമായി ബാധിച്ചു എന്നാണ് വിവരം. എന്നാൽ ഇപ്പോൾ മെസ്സി ഫോം വീണ്ടെടുത്തതോടെ ആരാധകർ ഹാപ്പിയാണ്.